നമസ്കാരം, ഞാൻ ജാസ്മിൻ. രാജ്യാന്തര പെട്രോളിയം വിപണിയിലെ വിലക്കയറ്റവും വിതരണ അനിശ്ചിതത്വങ്ങളും ആഗോള സംഘർഷങ്ങളും ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരതയ്ക്കും വലിയ വെല്ലുവിളി സൃഷ്ടിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഊർജ്ജ സ്വയം പര്യാപ്തത വീണ്ടും ദേശീയ തലത്തിൽ ചർച്ചയായി മാറിയിരിക്കുന്നു. രാജ്യത്തിന്റെ പ്രാഥമിക ഊർജ ആവശ്യകതയുടെ ഏകദേശം 40% ഇപ്പോഴും ഇറക്കുമതിയെ ആശ്രയിച്ചാണ് നിറവേറ്റുന്നത്. ക്രൂഡ് ഓയിലിൽ 89%, പ്രകൃതിവാതകത്തിൽ 50%, കൽക്കരിയിൽ 23.5% ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ്. ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കായി മാത്രം ഇന്ത്യ വർഷം തോറും ചെലവഴിക്കുന്നത് ഏകദേശം 13,500 കോടി ഡോളറാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ധന ഉപഭോഗം നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിക്കാട്ടിയത്. ജീവനക്കാർക്ക് പരമാവധി വർക്ക് ഫ്രം ഹോം അവസരം നൽകുക, യോഗങ്ങൾ ഓൺലൈനായി സംഘടിപ്പിക്കുക, സ്വകാര്യ വാഹന ഉപയോഗം കുറയ്ക്കുക, പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് അടുത്തിടെ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചത്. ഇതോടെ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയും സ്വയം പര്യാപ്തതയും സംബന്ധിച്ച ചർച്ചകൾക്ക് പുതുജീവൻ ലഭിച്ചു. ഇന്ത്യയുടെ ഭാവി ഊർജ്ജ രംഗത്തിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഉയർത്തുന്ന മേഖലയായി മാറുകയാണ് ഗ്രീൻ ഹൈഡ്രജൻ. വളം നിർമ്മാണം, സ്റ്റീൽ, റിഫൈനിംഗ്, ഹെവി ട്രാൻസ്പോർട്ട് തുടങ്ങിയ മേഖലകളിൽ ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരമായി ഗ്രീൻ ഹൈഡ്രജൻ ഉപയോഗിക്കാൻ സാധിച്ചാൽ പ്രതിവർഷം ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ ഇറക്കുമതി ചെലവ് ലാഭിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ വഴി 2030 പ്രതിവർഷം 50 ലക്ഷം മെട്രിക് ടൺ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനായി 125 ജിഗാവാട്ട് അധിക പുനരുപയോഗ ഊർജ്ജശേഷി സജ്ജീകരിക്കാനും പദ്ധതിയുണ്ട്. ഈ പദ്ധതികൾ യാഥാർത്ഥ്യമായാൽ ഏകദേശം 8 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപവും 6 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആണവോർജ്ജ രംഗത്തും ഇന്ത്യ നിർണായക മുന്നേറ്റങ്ങളാണ് ലക്ഷ്യമിടുന്നത്. 2026 ഏപ്രിലിൽ കൽപ്പാക്കത്ത് 500 മെഗാവാട്ട് ശേഷിയുള്ള പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ പ്രവർത്തനക്ഷമമായത് ഈ രംഗത്തെ വലിയ നേട്ടമായി കണക്കാക്കപ്പെടുന്നു. ഉപയോഗിക്കുന്നതിലധികം ഇന്ധനം സൃഷ്ടിക്കാൻ കഴിയുന്ന ഫാസ്റ്റ് ബ്രീഡർ സാങ്കേതിക വിദ്യ ഇന്ത്യയുടെ വിപുലമായ തോറിയം ശേഖരം പ്രയോജനപ്പെടുത്താൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ദീർഘകാലാടിസ്ഥാനത്തിൽ യുറേനിയം ഇറക്കുമതി ആശ്രയത്വം കുറയ്ക്കാനും വൻതോതിൽ ശുദ്ധ ഊർജം ഉൽപ്പാദിപ്പിക്കാനുമുള്ള സാധ്യത ഇതിലൂടെ തുറക്കപ്പെടുന്നു. പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകളെ കൂടാതെ സ്മോൾ മോഡുലാർ റിയാക്ടറുകളിലേക്കും ഇന്ത്യ ശ്രദ്ധ തിരിച്ചിട്ടുണ്ട്. പരമ്പരാഗത ആണവ നിലയങ്ങളെ അപേക്ഷിച്ച് വലിപ്പം കുറഞ്ഞതും ഫാക്ടറികളിൽ നിർമ്മിച്ച് വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനാകുന്നതുമായ ഈ റിയാക്ടറുകൾ വ്യവസായ മേഖലയുടെ ഊർജ്ജ ആവശ്യങ്ങൾ നേരിട്ട് നിറവേറ്റാൻ സഹായിക്കും. ഈ മേഖലയിലെ ഗവേഷണത്തിനായി കേന്ദ്ര സർക്കാർ 20,000 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. 220 മെഗാവാട്ട് ശേഷിയുള്ള ഭാരത് സ്മോൾ മോഡുലാർ റിയാക്ടർ പദ്ധതിയും ഹൈഡ്രജൻ ഉൽപാദനത്തിനായുള്ള ഹൈ ടെമ്പറേച്ചർ ഗ്യാസ് കൂൾഡ് റിയാക്ടറുകളും രാജ്യത്തിന്റെ ആണവശേഷി 2047 100 ജിഗാവാട്ട് വരെ ഉയർത്താൻ സഹായിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. LPG ഇറക്കുമതി കുറയ്ക്കുന്നതിനായി കംപ്രസ് ബയോഗ്യാസ് പദ്ധതികൾക്കും കേന്ദ്ര സർക്കാർ കൂടുതൽ പ്രാധാന്യം നൽകി വരികയാണ്. ഗ്രാമീണ മേഖലയിലെ ജൈവ അവശിഷ്ടങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന CBG പാചക ആവശ്യങ്ങൾക്കും വാഹന ഇന്ധനമായും ഉപയോഗിക്കാനാകും. അതേസമയം 100 ജിഗാവാട്ടിലധികം സോളാർ ശേഷി ഇതിനകം കൈവരിച്ച ഇന്ത്യ നോൺ ഫോസിൽ ഇന്ധന സ്രോതസ്സുകളിൽ നിന്നുള്ള വൈദ്യുതി വിഹിതം 46% മുകളിലെത്തിക്കാനുള്ള ലക്ഷ്യത്തോടെയാണ് മുന്നേറുന്നത്. വൈവിധ്യമാർന്ന ഊർജ്ജ ഉൽപാദന രംഗത്തെ പുരോഗതിക്ക് ഇന്ത്യക്ക് മുന്നിൽ വെല്ലുവിളികളും ഉയരുന്നുണ്ട്. ഗ്രീൻ ഹൈഡ്രജന്റെ ഉൽപാദന ചെലവ് ഇപ്പോഴും ഉയർന്ന നിലയിലാണ്. ഫോസിൽ ഇന്ധനങ്ങളുമായി മത്സരിക്കാൻ കഴിയുന്ന നിരക്കിലേക്ക് ഇത് കുറയ്ക്കേണ്ടതുണ്ട്. ആണവോർജ്ജ പദ്ധതികൾക്കാവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ, നിയന്ത്രണ ചട്ടങ്ങൾ, ഇലക്ട്രോലൈസർ നിർമ്മാണ ശൃംഖലാ വികസനം തുടങ്ങിയ മേഖലകളിലും മാറ്റങ്ങൾ അനിവാര്യമാണ്. 2047 ഊർജ്ജ സ്വാശ്രയത്വം കൈവരിക്കണമെങ്കിൽ സർക്കാർ നയങ്ങളിലെ സ്ഥിരതയും സ്വകാര്യ നിക്ഷേപകരുടെ ശക്തമായ പങ്കാളിത്തവും നിർണായകമാണ്. രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യകതയിൽ വലിയ വിഹിതം ഇറക്കുമതിയെ ആശ്രയിക്കുന്നതിനാൽ തന്നെ ആഗോള വിപണിയിലെ മാറ്റങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കുന്ന സാഹചര്യമാണുള്ളത്. ഗ്രീൻ ഹൈഡ്രജൻ, സ്മോൾ മോഡുലാർ റിയാക്ടർ പോലുള്ള പദ്ധതികൾ വിജയകരമായി നടപ്പാക്കാനായാൽ വ്യാപാര കമ്മി കുറയ്ക്കാനും വിദേശ നാണ്യശേഖരം സംരക്ഷിക്കാനും രൂപയുടെ ദീർഘകാല സ്ഥിരത ഉറപ്പാക്കാനും സഹായിക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. പരിസ്ഥിതി സൗഹൃദ നിക്ഷേപങ്ങൾക്ക് ആഗോളതലത്തിൽ കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഈ നീക്കങ്ങൾ വ്യവസായ രംഗത്തിനും പുതിയ സാധ്യതകൾ തുറക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.
പ്രത്യേകിച്ച് പവർ, ഹെവി എഞ്ചിനീയറിംഗ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്പനികൾക്ക് സ്മോൾ മോഡുലാർ റിയാക്ടർ പദ്ധതികൾ വലിയ വളർച്ചാവസരങ്ങൾ സൃഷ്ടിക്കാൻ ഇടയുണ്ട്. കൽക്കരി അധിഷ്ഠിത ഊർജ്ജ മാതൃകയിൽ നിന്ന് ആണവോർജ്ജത്തിലേക്കും ഹൈഡ്രജൻ ഇന്ധനത്തിലേക്കുമുള്ള മാറ്റം ഇന്ത്യയുടെ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുകയും സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലേക്ക് രാജ്യത്തെ കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യും. വാർത്തയുടെ നിറം തേടി തനിനിറം.